ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡിൻ്റെ കീഴിലുള്ള ബോർഡിംഗ് മദ്രസയിലെയും ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെയും 7ാം ക്ലാസ്സിലെ ഉലൂമുദ്ദീനിലെ അദ്ദറസുസാദിസ് 6ാമത്തെ പാഠം ഹാദിയം മഹദിയം, സന്മാർഗത്തിലേക്കുള്ള വഴികാട്ടി. അപ്പോൾ എന്താണ് പാഠഭാഗം നമുക്ക് മനസ്സിലാക്കിയാലോ. അലി റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ 5ാം ഖലീഫയായി ജനങ്ങൾ ബൈഅത്ത് ചെയ്തു. എന്നാൽ അനൈക്യം ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹം മുആവിയ റളിയല്ലാഹു അൻഹുവിന് ചില ഉപാധികളോടെ സ്ഥാനം ഒഴിഞ്ഞുകൊടുത്തു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഉടലെടുത്ത അനൈക്യം അവസാനിക്കുകയും ജനങ്ങളെല്ലാം ഒരു ഇമാമിൻ്റെ കീഴിൽ അണിനിരക്കുകയും ചെയ്തു. ഇത് ഹിജ്റ 41 ഈ വർഷം ആമുൽ ജമാ ഐക്യവർഷം എന്ന പേരിൽ അറിയപ്പെട്ടു. ആമുൽ ജമാ ഐക്യവർഷം എന്നറിയപ്പെടുന്നത് എന്താണ്? ഹിജ്റ 41 41 ആമുൽ ജമാ ഐക്യവർഷം എന്ന പേരിൽ അറിയപ്പെട്ടത്. 4 ഖലീഫമാരുടെ കാലത്തും യുദ്ധ സംഘത്തലവൻ, ഗവർണർ തുടങ്ങി സ്ഥാനങ്ങൾ വഹിച്ച വ്യക്തിയാണ് മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു. 4 ഖലീഫമാരുടെ കാലത്തും യുദ്ധത്തിൻ്റെ സംഘത്തലവനും ഗവർണറൊക്കെ ആയിരുന്നു ആര്? മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണത്തിലൂടെ ഖിലാഫ ബനു ഉമയ്യ കുടുംബത്തിലായി തീർന്നു. മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ്റെ സ്ഥാനാരോഹണത്തിലൂടെ ഖിലാഫ ബനു ഉമയ്യ കുടുംബത്തിലായി തീർന്നു. അതിനാൽ ഈ ഭരണകൂടം അൽ ഖിലാഫത്ത് ഉമവിയ്യ എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്താണ് അൽ ഖിലാഫത്ത് ഉമവിയ്യ? എന്താണ്? മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ്റെ സ്ഥാനാരോഹണത്തോടെ ഖിലാഫ ബനു ഉമയ്യ കുടുംബത്തിലായി തീർന്നു. അതുകൊണ്ടാണ് ഈ ഭരണകൂടത്തെ അൽ ഖിലാഫത്ത് ഉമവിയ്യ എന്ന പേരിൽ അറിയപ്പെട്ടത്. ഹിജ്റ 41 മുതൽ 132 വരെ നീണ്ടു നിന്ന ഉമവിയ്യ കാലത്ത് 14 പേർ ഭരണം നടത്തി. ഉമവിയ്യ കാലത്ത് എത്ര പേരാണ് ഭരണം നടത്തിയത്? 14 പേരാണ്. എത്ര വർഷമാണ് ഉമവിയ്യ ഭരണകാലം നീണ്ടു നിന്നത്? ഹിജ്റ 41 മുതൽ 132 വരെയാണ് ഉമവിയ്യ ഭരണം നീണ്ടു നിന്നത്. അപ്പോൾ ഇതൊക്കെ ഇതുപോലെ അണ്ടർലൈൻ ചെയ്ത് വെക്കുക, പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. പിന്നെന്താണ്? ഉമവിയ്യ ഖിലാഫത്തിൽ ഏറ്റവും ശക്തനായ ഭരണാധികാരി അബ്ദുൽ മാലിക് ഇബ്നു മർവാൻ. ഉമവിയ്യ ഖിലാഫത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരി ആര്? ചോദ്യം വരാറുണ്ട്. ആരാണ്? അബ്ദുൽ മാലിക് ഇബ്നു മർവാൻ. ഏറ്റവും പ്രസിദ്ധനും സജ്ജരിതനുമായ ഭരണാധികാരിയാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവുമാണ്. അപ്പോൾ പേരുകൾ മനസ്സിലാക്കുക. ഏറ്റവും പ്രസിദ്ധനും സഞ്ചരിതനുമായ ഭരണാധികാരിയാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം 5ാം ഖലീഫ എന്ന പേരിൽ അറിയപ്പെട്ടു. 5ാം ഖലീഫ എന്ന പേരിൽ അറിയപ്പെട്ടത് ആര്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഇദ്ദേഹത്തിൻ്റെ ഭരണത്തിന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണത്തോട് സാദൃശ്യമുണ്ടായിരുന്നു. അതിനാൽ 2ാം ഉമർ എന്ന് അദ്ദേഹം അറിയപ്പെട്ടു. ആരാണ് 2ാം ഉമർ എന്നറിയപ്പെട്ടത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആണ് 2ാം ഉമർ എന്ന പേരിൽ അറിയപ്പെട്ടത്. ഉമവിയ്യ ഭരണത്തിനിടയിൽ അല്പകാലം അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ഖലീഫയായി. മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ യസീദിനെ ഖലീഫയാക്കിയതിനെ എതിർത്ത അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനെ മക്കയിലും മദീനയിലുമുള്ളവർ ബൈഅത്ത് ചെയ്തു. യസീദ് മരിച്ചതോടെ ഭൂരിഭാഗം നാടുകളും ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനെ ബൈഅത്ത് ചെയ്തെങ്കിലും ഉമവിയ്യ കുടുംബത്തിലെ അബ്ദുൽ മലിക്കിൻ്റെ സന്താനവുമായി നടന്ന യുദ്ധത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു. ആരുമായി നടന്ന യുദ്ധത്തിലാണ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടത്? അബ്ദുൽ മലിക്കിൻ്റെ സൈന്യവുമായി നടന്ന യുദ്ധത്തിലാണ്. 91 വർഷം ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ സാരഥ്യം വഹിച്ച ഉമവികളുടെ കാലത്ത് രാജ്യത്തിന് പല നേട്ടങ്ങളുമുണ്ടായി. 91 വർഷം
ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ സാരഥ്യം വഹിച്ച ആര്? ഉമവികൾ. മനസ്സിലാക്കട്ടോ. 91 വർഷമാണ്. അറബി ഭാഷയ്ക്കു വൻ പ്രചാരം ലഭിച്ചു. ഉമവികളുടെ ഭരണകാലത്ത് ലഭിച്ച പരിഷ്കാരങ്ങളാണ് നമ്മളോട് പറയുന്നത്. അറബി ഭാഷയ്ക്ക് വൻ പ്രചാരം ലഭിച്ചു. കവിത, പ്രസംഗം, രചന തുടങ്ങി അറബി സാഹിത്യ ശാഖകൾ പുരോഗതി പ്രാപിച്ചു. ഇൽമുൽ ഖുർആൻ, തഫ്സീർ, ഹദീസ്, ഫിഖ്ഹ്, വ്യാകരണം തുടങ്ങി വിജ്ഞാനശാഖകൾ രൂപപ്പെട്ടു. അറബി ലിപിക്ക് പുള്ളി, ഹർക്കത്ത് മുതലായവ നടപ്പിലാവുകയും അത് വ്യവസ്ഥാപിതമാവുകയും ചെയ്തു. അറബി ലിപിക്കൊക്കെ പുള്ളിയും ഹർക്കത്തൊക്കെ നടപ്പിലാക്കിയതൊക്കെ ആരുടെ ഭരണകാലത്താണ്? ഉമവികളുടെ ഭരണകാലത്താണ്. തഫ്സീർ, ഹദീസ്, ഫിഖ്ഹ്, വ്യാകരണം തുടങ്ങി വിജ്ഞാന ശാഖകളൊക്കെ രൂപപ്പെട്ടതും ഇൽമുൽ ഖുർആൻ ഒക്കെ രൂപപ്പെട്ടത് ഉമവികളുടെ ഭരണകാലത്താണ്. പിന്നെന്താണ്? വിവർത്തനവും ചരിത്രരചനയും ആരംഭിക്കുകയും വൈജ്ഞാനിക മുന്നേറ്റമുണ്ടാവുകയും ചെയ്തു. വിവർത്തനവും ചരിത്രരചനയും ആരംഭിക്കുകയും വൈജ്ഞാനിക മുന്നേറ്റമുണ്ടാവുകയും ചെയ്തു. രാഷ്ട്രം സാമ്പത്തികമായി വൻ അഭിവൃദ്ധി നേടി. ഉമൈർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് സക്കാത്ത് വാങ്ങാൻ അർഹരില്ലാത്ത വിധം എല്ലാവരും സമ്പന്നരായി. ആരുടെ കാലത്താണ് സക്കാത്ത് വാങ്ങാൻ അർഹരില്ലാത്ത വിധം എല്ലാവരും സമ്പന്നരായത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്താണ്. അപ്പോൾ അതൊക്കെ ചോദ്യമായിട്ട് വരട്ടെ, മനസ്സിലാക്കാം. പിന്നെന്താണ്? രാജ്യം കൂടുതൽ വിസ്തൃതമായി. സിന്ധ്, തുർക്കി, പടിഞ്ഞാറൻ ആഫ്രിക്ക, സ്പെയിൻ, അദർബൈജാൻ, അർമേനി, റോം എന്നിവിടങ്ങളിൽ രാജ്യം വികസിച്ചു. എന്നിവിടങ്ങളിലൊക്കെ രാജ്യം വികസിച്ച രാജ്യങ്ങൾ, ഉമാവിയ ഭരണകാലത്ത് രാജ്യം വികസിച്ച രാജ്യങ്ങൾ ഏതൊക്കെയായിരുന്നു? സിന്ധ്, തുർക്കി, പടിഞ്ഞാറൻ ആഫ്രിക്ക, സ്പെയിന്, അദർബൈജാൻ, അർമേനിയ, റോം തുടങ്ങിയ രാജ്യങ്ങൾ. ഈ പ്രദേശങ്ങളിലെല്ലാമുള്ള ധാരാളം ആളുകൾ ഇസ്ലാം ആശ്ലേഷിച്ചു. ഈ പ്രദേശങ്ങളിലുള്ള എല്ലാ ആളുകളും ഇസ്ലാം ആശ്ലേഷിച്ചു. പിന്നെന്താണ്? ആഭ്യന്തര കലാപങ്ങൾ ധാരാളം ഉണ്ടായെങ്കിലും ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് രാജ്യത്ത് ശാന്തിയും സമാധാനവും പുനഃസ്ഥാപിക്കപ്പെട്ടു. ആരുടെ ഭരണകാലത്താണ്? ഉമൈർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്താണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വൺ വേർഡ് ചോദ്യമായിട്ട് വരാം, വിട്ടഭാ പൂരിപ്പിക്കാനൊക്കെ വരാം, മനസ്സിലാക്കുക. പിന്നെന്താണ്? കൈറുവാൻ പോലുള്ള പുതിയ നഗരങ്ങൾ സ്ഥാപിതമാവുകയും നേരത്തെയുള്ളവ വികസിക്കുകയും ചെയ്തു. കൈറുവാൻ പോലുള്ള പുതിയ നഗരങ്ങൾ സ്ഥാപിതമാവുകയും നേരത്തെയുള്ളവ വികസിക്കുകയും ചെയ്തു. ആരുടെ ഭരണകാലത്ത്? ഒരു പ്രാവശ്യം ചോദ്യം വന്നിട്ടുണ്ടത് അല്ലേ? ഉമവിയ്യയുടെ ഭരണകാലത്താണ്. ഉമവിയ്യ ഭരണകാലത്താണ് കൈറുവാൻ പോലുള്ള പുതിയ നഗരങ്ങൾ സ്ഥാപിതമായത്. ബൈത്തുൽ മുഖദ്ദസിലെ കുബ്ബത്തു സുഹ്റ, ഡമസ്കസിലെ ഉമവി മസ്ജിദ് തുടങ്ങിയ മനോഹരവും പ്രൗഢവുമായ നിർമ്മിതികളുണ്ടായി. കുബ്ബത്തു സുഹ്റ, ഡമസ്കസിലെ ഉമവി മസ്ജിദ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, വന്നിട്ടുണ്ട് ഒരു എക്സാമിന് കേട്ടോ. മനോഹരവും പ്രൗഢവുമായ നിർമ്മിതികളുണ്ടായത്. പിന്നെന്താണ്? കൃഷി, വ്യവസായം, കൈത്തൊഴിൽ തുടങ്ങിയവ അഭിവൃദ്ധിപ്പെട്ടു. ആയുധം, കപ്പൽ, വസ്ത്രം, പാത്രം എന്നിവയുടെ നിർമ്മാണമായിരുന്നു അന്നത്തെ പ്രധാന വ്യവസായങ്ങൾ. ഉമവിയുടെ കാലത്തുള്ള പ്രധാന വ്യവസായങ്ങൾ എന്തൊക്കെയായിരുന്നു? കൃഷി, വ്യവസായം, പിന്നെ കൈത്തൊഴിൽ, ഇവിടൊക്കെ അഭിവൃദ്ധിപ്പെട്ടു. ആയുധം, കപ്പൽ, വസ്ത്രം, പാത്രം എന്നിവയുടെ നിർമ്മാണമായിരുന്നു അന്നത്തെ പ്രധാന വ്യവസായങ്ങൾ. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുക, ചോദ്യങ്ങളായിട്ട് വരാം ഈ ഭരണ നേട്ടങ്ങളിൽ നിന്നൊക്കെ കേട്ടോ. പിന്നെന്താണ്? നമുക്കിവിടെ വായിച്ച് മനസ്സിലാക്കുക. ഗവർണർ എന്ന് പറഞ്ഞാൽ ഖലീഫ, ഒരു സ്ഥലത്ത് നിശ്ചയിക്കുന്ന പ്രതിനിധി, അതായിരുന്നു ഗവർണർ. ഖലീഫ ഒരു സ്ഥലത്ത് നിശ്ചയിക്കുന്ന പ്രതിനിധിയാണ്. സജ്ജരിതർ എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങൾ. കുബ്ബത്ത് സുഹ്റ ബൈത്തുൽ മുഖദ്ദസിന് സമീപത്തെ പാറക്കല്ലിലുള്ള കുബ്ബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജ് ആരംഭിച്ചത് ഇവിടെ നിന്നാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? കുബ്ബത്ത് സുഹ്റ ഒരു പാറയാണ്, അതിനെയാണ് കുബ്ബത്ത് സുഹ്റ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജ് യാത്ര ആരംഭിച്ചത് ഈ പാറയിൽ നിന്നാണ്.
അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഇവിടെ മീനിങ്സ് ഒക്കെ വന്നത് മനസ്സിലാക്കാം. നമുക്ക് ദഫ്തർ തോലിബ് നോക്കാം. അപ്പോൾ നമ്മൾ ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനാണ്. 5ാം ഖലീഫയായി ജനങ്ങൾ ബൈഅത്ത് ചെയ്തു. ആരെയായിരുന്നു? ഹസൻ റളിയല്ലാഹു അൻഹുവിനെയാണ് ജനങ്ങൾ ബൈഅത്ത് ചെയ്തത്. അലി റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ ഹസൻ റളിയല്ലാഹു അൻഹു. അതെഴുതാം. അടുത്തതാ ആമുൽ ജമാ. ഹിജ്റ എത്രാം വർഷമായിരുന്നു? ഹിജ്റ എത്രാം വർഷമായിരുന്നു ആമുൽ ജമാ? ഹിജ്റ 41 ആമുൽ ജമാ. അപ്പോൾ അതൊക്കെ നമ്മൾ പാഠത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉമവിയ്യ ഖലീഫമാരുടെ എണ്ണം എത്രയായിരുന്നു? 14. ഉമവികൾ എത്ര വർഷം ഭരണം നടത്തി? എത്ര വർഷമാണ് ഭരണം നടത്തിയത്? അപ്പോൾ അവിടെ എന്താണ് നമുക്ക് ആൻസർ എഴുതേണ്ടത്? അവിടെ ഹിജ്റ 41 മുതൽ 132 വരെയാണ് ഉമവിയ്യ ഭരണം. അപ്പോൾ അവിടെ നമ്മൾ അതിൻ്റെ അടുത്ത പേജിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 91 വർഷം എന്ന്. അപ്പോൾ ഇവിടെ 91 വർഷം എന്ന് എഴുതാം. എത്ര വർഷം ഭരണം നടത്തിയെന്നുള്ളത് 91 വർഷം. അപ്പോൾ നമ്മൾ എല്ലാ ആൻസറുകളും നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാഠഭാഗത്തിൻ്റെ വീഡിയോ വായിക്കുമ്പോൾ തന്നെ എല്ലാ ആൻസറും അണ്ടർലൈൻ ചെയ്ത് വെച്ച് പോരുക. അപ്പോഴാണ് നമുക്ക് ഇത് എഴുതുമ്പോൾ പെട്ടെന്ന് നോക്കി എഴുതാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. അതൊക്കെ മനസ്സിലാക്കി എഴുതുക. പിന്നെന്താണ് അടുത്തത്? എന്താണ്? ഖുബ്ബത്തു സുഹ്റ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബൈത്തുൽ മുഖദ്ദസിലാണ്. ബൈത്തുൽ മുഖദ്ദസ്. അപ്പോൾ നമ്മൾ അതിൻ്റെ നക്റാവ് നഫമു ഭാഗത്ത് പറഞ്ഞിരുന്നു അല്ലേ? ബൈത്തുൽ മുഖദ്ദസിലാണ് ഖുബ്ബത്തു സുഹ്റ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ അടുത്തത് എന്താണ്? ഉമവി മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന പട്ടണം ഏതാണ്? ഡമസ്കസ്. ഡമസ്കസിലെ ഉമവി മസ്ജിദ് തുടങ്ങിയ മനോഹരവും പ്രൗഢിയുമുള്ള നിർമ്മിതികൾ ഉണ്ടായെന്ന് പറഞ്ഞിരുന്നു. ബൈത്തുൽ മുഖദ്ദസിലെ ഖുബ്ബത്തു സുഹ്റ, ഉമവി മസ്ജിദ് ഒക്കെ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. പിന്നെന്താ? നുക്കമ്മിൽ വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. ഉമവി ഭരണം ഹിജ്റ 41 മുതൽ 132 വരെ നീണ്ടുനിന്നു. പിന്നെ ഉമവി ഖിലാഫത്തിൽ ഏറ്റവും ശക്തനായ ഭരണാധികാരി അബ്ദുൽ മാലിക് ബിനു മർവാൻ ആയിരുന്നു. അപ്പോൾ അത് എഴുതാം. അബ്ദുൽ മാലിക് ബിനു മർവാൻ ആയിരുന്നു. അടുത്തതാ ഉമവി ഖിലാഫത്തിലെ ഏറ്റവും പ്രസിദ്ധനും സഞ്ചരിതനുമായ ഭരണാധികാരിയാണ് ആര്? ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണത്തിന് ഡേഷിൻ്റെ ഭരണത്തോട് സാദൃശ്യമുണ്ടായിരുന്നു. ആരുടേതായിരുന്നു? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണത്തോട് സാദൃശ്യമുണ്ടായിരുന്നു. അതിനാൽ 2ാം ഉമർ എന്ന് അറിയപ്പെട്ടു. അപ്പോൾ ഒക്കെ ഓർത്ത് വേണം അത് പഠിക്കാൻ കേട്ടോ. അടുത്ത ഇനി വിശദീകരിക്കാനാണ് അല്ലേ? എന്താണ്? ഹസൻ റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹുവിന് സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കാൻ കാരണമെന്ത്? എന്തായിരുന്നു കാരണം? അടയാളപ്പെടുത്തുന്നിട്ട് തെറ്റില്ലാതെ എഴുതുക. എന്താണ്? അനൈക്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം മുആവിയ റളിയല്ലാഹു അൻഹുവിന് ചില ഉപാധികളോടെ സ്ഥാനം ഒഴിഞ്ഞു കൊടുത്തത്. അതുവരെ ഇത് എഴുതാം. അടുത്ത ചോദ്യം എന്താണ്? അൽ ഖിലാഫത്ത് ഉമവിയ്യക്ക് ആ പേര് ലഭിക്കാൻ കാരണമെന്ന് എന്തായിരുന്നു? മുആവിയത്ത് ബിനു അബി സുഫിയാൻ്റെ സ്ഥാനാരോഹണത്തിലൂടെ ഖിലാഫത്ത് ബനു ഉമയ്യ കുടുംബത്തിലായി. അതിനാൽ ഈ ഭരണകൂടം അൽ ഖിലാഫത്ത് ഉമവിയ്യ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. മുആവിയത്ത് ബിൻ അബി സുഫിയാൻ്റെ സ്ഥാനാരോഹണത്തിലൂടെ ഖിലാഫ ബനു ഉമയ്യ കുടുംബത്തിലായി തീർന്നു. അതിനാൽ ഈ ഭരണകൂടം അൽ ഖിലാഫത്ത് ഉമവിയ്യ എന്ന പേരിൽ അറിയപ്പെട്ടു. അപ്പോൾ ഇവിടുന്ന് മനസ്സിലാക്കിയിട്ട് എഴുതുക. അപ്പോൾ ഇവിടെയൊക്കെ കുട്ടികൾ എഴുതിയ ബുക്കാണ്. അവർ സ്ഥലമുള്ളതിനനുസരിച്ച് ചുരുക്കി എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അടുത്ത എന്താണ്? അബ്ദുല്ലാഹിബിൻ സുബൈർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു. എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്? അബ്ദുല്ലാഹിബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ഉമവി കുടുംബത്തിലെ അബ്ദുൽ മലിക്കിൻ്റെ സൈന്യവുമായി നടന്ന യുദ്ധത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. ഉമവി കുടുംബത്തിലെ അബ്ദുൽ മലിക്കിൻ്റെ സൈന്യവുമായി നടന്ന യുദ്ധത്തിലാണ് അബ്ദുല്ലാഹിബിൻ സുബൈർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടത്. അടുത്ത എന്താണ്? തഹസീസാണ്. എന്താണ്? ഉമവി ഭരണകാലത്തെ നേട്ടങ്ങൾ എന്ന വിഷയത്തിൽ പ്രബന്ധം തയ്യാറാക്കാനാണ്.
അപ്പോൾ നിങ്ങൾക്ക് എന്താണ് എക്സാമിന് വരിക? ഉമവി ഭരണകാലത്തെ നേട്ടങ്ങൾ 5 വരി കുറയാതെ എഴുതുക, ഗണ്ണിക എഴുതുക എന്നൊക്കെ പറഞ്ഞിട്ട് ചോദ്യം വരും. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പാഠഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, 10 കാര്യങ്ങളോളം എണ്ണി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നന്നായി പഠിക്കുക. അതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, 1 വേർഡ് ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യതകളുണ്ട്. വന്നിട്ടുണ്ട്. ബൈത്തുൽ മുഖദ്ദസ്, കുബ്ബത്ത് സൊഹറ, ഡമസ്കസ്, അവിടെ ഉമവി മസ്ജിദ്. മാച്ച് ചെയ്യാൻ ഏത് രീതിയിലാണ് നമുക്ക് വരിക എന്ന് പറയാൻ പറ്റൂല. പിന്നെ ഇവിടെ രാജ്യം വികസിച്ചത്, പിന്നെ ഭാഷകൾ, അറബി ലിപിക്ക് പുള്ളി ഹർക്കത്തൊക്കെ വന്നത്, അതൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. നമുക്ക് അടുത്ത വർക്ക് എന്താ വരുന്നത്? വേൾഡ് മാപ്പിൽ പാഠത്തിൽ പറഞ്ഞ രാജ്യങ്ങൾ കണ്ടെത്തുക. നമുക്ക് പാഠത്തിൽ കുറച്ച് രാജ്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അല്ലേ? ഇസ്ലാമിക രാജ്യമായി വികസിച്ചത് സിന്ധ്, തുർക്കി, പടിഞ്ഞാറൻ ആഫ്രിക്ക, സ്പെയിന്, അദർബൈജാൻ, അർമേനിയ, റോം, അതൊക്കെ. പിന്നെ അതുപോലെ ബൈത്തുൽ മുഖദ്ദസ്, ഡമസ്കസ്, അതൊക്കെ അപ്പോൾ ആ രാജ്യങ്ങളൊക്കെ ഇവിടെ താഴെ ഈ മാപ്പിൽ നിങ്ങൾ കണ്ടെത്തി അടയാളപ്പെടുത്തുക. ഇത്രയാണ് ഈ പാഠത്തിൽ വന്ന വർക്കുകൾ. അപ്പോൾ എല്ലാവരും പാഠഭാഗം നന്നായി മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.